ദൈവമക്കൾക്കും സ്നേഹവചനം അറിയിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 4:28 വായിക്കാം. യോഹന്നാൻ 4:28. യോഹന്നാൻ 4:28. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട്, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുകയും അവൻ പക്ഷെ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. ഇനി 30-ാം വാക്യം കൂടി. 30-ാം വാക്യം. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. Okay, hallelujah. Today's message is titled A Samaritan Woman Preaches on the Street. തെരുവിൽ പ്രസംഗിക്കുന്ന ശമരിയ സ്ത്രീ. തെരുവിൽ പ്രസംഗിക്കുന്ന ശമരിയ സ്ത്രീ. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ 28-ാം വാക്യത്തിൽ, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, അവർ ജനങ്ങളോട് ചെന്ന് കർത്താവിനെ കുറിച്ച് പറയുന്നു. 30-ാം വാക്യത്തിൽ അവർ എന്ത് ചെയ്തു? അവർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ടോപ്പിക്ക് എ സമരിറ്റൻ വുമൺ പ്രീച്ചസ് ഓൺ ദ സ്ട്രീറ്റ്. സ്തോത്രം. നമുക്ക് ഈ അധ്യായം മുഴുവനും കർത്താവ് നല്ലൊരു ഭാഗവും ഈ സ്ത്രീയോട് ഇടപെടുന്നതും ആയ കാര്യങ്ങളാണ് നമുക്ക് വളരെ സുപരിചിതമാണ്. ശമരിയിൽ കൂടി കടന്നു പോകുന്ന അവസരത്തിൽ സുഖാർ എന്ന പട്ടണത്തിൽ യാക്കോബിൻ്റെ ഉറവിനരിയെ വെച്ച് കണ്ടുമുട്ടിയ സ്ത്രീ വേദപുസ്തക പഠിതാക്കളെ അവർക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയാണ്. ഉറവെങ്കിൽ നിന്ന് വെള്ളം കോരുവാൻ വന്ന സ്ത്രീയുമായി യേശു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. തന്മൂലം ആ സ്ത്രീ രക്ഷിതാവിനെ കണ്ടെത്തുന്നതിന് ഇടയാകുകയും ചെയ്തു. നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയിൽ നിന്നും തൃപ്തി വരുവോളം കുടിച്ചു തീരുന്നതിന് ശേഷം ആ സ്ത്രീ സന്തോഷപരിധിയായി മടങ്ങിപ്പോയതായിട്ട് നാം കാണുന്നു. യേശു ഒരു പ്രവാചകനാണെന്നും ലോകരക്ഷിതാവാണെന്നുമുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തെ സംഭാഷണത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. അതായത് ചുരുങ്ങിയ സംഭാഷണം കൊണ്ട് അവൾ അത് മനസ്സിലായി. യേശു രക്ഷിതാവാണ്. ഹല്ലേലൂയ. നമ്മൾ അനേക നാളുകളായിട്ട് 2007 മുതൽ ബോസ്റ്റൺ സഭയിൽ പ്രസംഗം കേൾക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഈ സ്ത്രീയെപ്പോലെ സ്തോത്രം ആ സംഭാഷണത്തിൽ നിന്നും ആ പഠനത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായതുപോലെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അവളുടെ സമരിയയിലെ സ്ത്രീക്കുണ്ടായ വ്യതിയാനം പോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യതിയാനം ഉണ്ടാക്കിയിട്ടുണ്ട്? സ്തോത്രം. നാം ചിന്തിക്കണം. സ്തോത്രം. അപ്പം അവളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നായി അവളോട് യേശു പറയുന്നു. യേശു ഒരു പ്രവാചകനായിരിക്കണം എന്നുള്ള വസ്തുത മനസ്സിലാക്കുവാൻ അവൾക്ക് വലിയ പ്രയാസം ഒന്നും ഉണ്ടായില്ല. അപ്പം ഈ സംഭാഷണം മൂലം യേശുവിനെ കുറിച്ചുള്ളതായ പ്രത്യാശ അവളുടെ മനസ്സിൽ ഉണർന്നു വന്നു. താൻ തന്നെയാണ് മശിഹ എന്നുള്ള വാസ്തവം യേശുക്രിസ്തു അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പം പാവനിയായ ജീവിച്ചിരുന്ന ഈ സ്ത്രീ നിത്യജീവജലം കുടിച്ചോടുകൂടി ഉന്മേഷം പ്രാപിച്ചോളായിത്തീർന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്ന നാം എത്രത്തോളം നാം ഉന്മേഷം പ്രാപിക്കുന്നുണ്ട്? ദിനംതോറും വെള്ളം കോരുവാൻ വന്ന സ്ത്രീ പാത്രം വെച്ചിട്ട് നമ്മൾ കണ്ടു പട്ടണത്തിൽ പോയി പ്രസംഗിക്കുന്നു. തെരുവിൽ പോയി പട്ടണ നിവാസികളോട് പ്രസംഗിക്കുന്നു. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണ്. ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നു, തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഹാനികരമാണ് എന്ന് പ്രസംഗിക്കുന്നു. ഓക്കെ, സ്തോത്രം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ സ്ത്രീ തെരുവിൽ നിന്ന് പോയി പ്രസംഗിക്കുന്നു. സ്തോത്രം. അപ്പോൾ അവൾ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ കടകളിൽ പോയി തെരുവിൽ പോയി യേശുവിൻ്റെ സാക്ഷിയായി തീരുന്നു. അതായത് അവൾ പറഞ്ഞത്, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വന്ന് കാണുവീൻ എന്ന് അവൾ പട്ടണത്തിലൊക്കെയും സാക്ഷ്യം പറയുന്നു. അവൾക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ
അവൾ വളരെ ജാഗ്രതയുള്ളവളായിരുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് കാണുവാൻ ഉണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതായത് സ്തോത്രം 30-ാം വാക്യം വായിച്ച് 39-ാം വാക്യം വായിച്ച സഹോദരി. 39. ഞാൻ ചെയ്തൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനെ വിശ്വസിച്ചു. പലരും വിശ്വസിച്ചു. അവളുടെ തെരുവ് പ്രസംഗം പലരും വിശ്വസിച്ചു. അതേസമയം നേരെ മറിച്ച് ശിഷ്യന്മാരെന്ത് ചെയ്യുമായിരുന്നു? ശിഷ്യന്മാരാണെന്ന് വായിക്കും. 8-ാം വാക്യം വായിച്ച് 8-ാം വാക്യം. 4:8. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണസാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. അവർ പട്ടണത്തിൽ പോയി. അപ്പം സ്ത്രീ പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം ആ സമയത്ത് തന്നെ ശിഷ്യന്മാരും ഭക്ഷണം കൊള്ളുവാൻ പട്ടണത്തിൽ പോകുന്നു. അപ്പം നമ്മൾ വിചാരിക്കും പട്ടണം പോകാനുള്ള തെറ്റല്ല എന്ന് വിചാരിക്കും. ഓക്കെ. ശിഷ്യന്മാർ യേശുവിനോടുകൂടെ ആയിരുന്നതുകൊണ്ട് മറ്റാരേക്കാളും അധികം അവർക്കാണ് യേശുവിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുന്നത്. അവർക്കാണല്ലോ ശിഷ്യന്മാർക്ക്. എന്നാൽ യേശുവിനെക്കുറിച്ച് ഈ സ്ത്രീക്കുള്ള അറിവ് ചില മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. എന്നിട്ടും ദൈവത്തിൻ്റെ വേലയ്ക്കായുള്ള അവളുടെ ശുഷ്കാന്തി നോക്ക്. ഹല്ലേലൂയ. ശിഷ്യന്മാർ അത് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ശമരിയ പട്ടണത്തിൽ നിന്ന് ഒരു ആത്മാവിനെയെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സ്തോത്രം. അത് നമ്മളെവിടെ പോയാലും സാക്ഷ്യം പറയുന്നത്. ഇപ്പം നമ്മുടെ കുഞ്ഞുമോൾ സഹോദരി ന്യൂജേഴ്സിയിൽ വന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, ഹോട്ടലിൽ ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഫ്ലോറിഡയിലാണ്. മനസ്സിലാക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞത് നമുക്കെൻ്റെ ഇതിന് പ്രചോദനമായിരിക്കണം. സ്തോത്രം. ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് ഇവ പ്രാർത്ഥിച്ചത് മനസ്സിലാക്കണം. സ്തോത്രം. ഈ സ്ത്രീ അതായത് ഇവളുടെ ശുഷ്കാന്തി യേശുവിനെക്കുറിച്ച് ശമരിയ പട്ടണത്തിൽ നിന്നൊരു ആത്മാവിനെയെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആര്? ഈ ശിഷ്യന്മാർ പട്ടണം വാങ്ങിക്കാൻ പോയി. ഓക്കെ ആണ്. എന്നാൽ ഈ സ്ത്രീ അനേകം ശമരിയക്കാരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. പലപ്പോഴും പുതിയ വിശ്വാസികളാണ് പഴയ വിശ്വാസികളെക്കാൾ പുതിയ ആത്മാക്കളെ കൊണ്ടുവരുവാൻ ഭാരമുള്ളവരും ദൈവവേലയിൽ ഉത്സാഹികളും ആയിരിക്കുന്നത്. എത്ര അത് വിചിത്രമാണ് അല്ലേ? സ്തോത്രം. ഇന്ന് പഴയ പെന്തിക്കോസുകാരെങ്ങനെ ഇരിക്കുന്നു? പുതിയ പെന്തിക്കോസുകാരെങ്ങനെ ഇരിക്കുന്നു? സ്തോത്രം. അപ്പം നമ്മുടെ പാത്രം ഏതാ? ഈ സ്ത്രീക്ക് പാത്രം ഉണ്ടായിരുന്നു. ഈ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ചിന്തയുള്ള ജീവിതം. ഈ പാത്രം, നമ്മുടെ പാത്രം കർത്താവിൻ്റെ പാദത്തിൽ വെച്ചിട്ട് സാക്ഷ്യം പറയുവാൻ പുറപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മനസ്സിലാക്കണം. നമ്മുടെ പാത്രം അങ്ങോട്ട് മാറ്റി വെക്ക്. 1 കൊരിന്ത്യർ 15:58 എന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 15:58. എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആവുകേ. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പട്ടണത്തിൽ എത്തി ജനങ്ങളോട് സാക്ഷ്യം പറഞ്ഞ് അവരെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കാൻ ആണ് അവൾ പാത്രം വെച്ചിട്ട് പോയത്. മനസ്സിലാക്കണം. ശിഷ്യന്മാർ പാത്രം എടുത്തോണ്ട് പോയി, ഫുഡ് വാങ്ങിക്കാൻ പോയി. ഇവള് പാത്രം അവിടെ വെച്ചിട്ട് തെരുവിൽ പ്രസംഗിക്കാൻ പോയി. മനസ്സിലാക്കണം. സ്തോത്രം. അപ്പം വെള്ളത്തിൻ്റെ പാത്രവുമായി പോയാൽ അവളുടെ പട്ടണത്തിലേക്കുള്ള പോക്ക് തിരിച്ചുവരവും താമസിക്കുമെന്ന് അവൾക്ക് തോന്നിക്കാണും. അതായത് സ്തോത്രം. അതായത് വേറൊരു കാര്യമുണ്ട്. അപ്പം പാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ താമസം ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള താമസം പട്ടണവാസികൾ മെശിഹായെ കാണുന്നതിന് താമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പം കർത്താവായ യേശു ചിലപ്പോൾ അവിടെ പെട്ടെന്ന് പോയാലോ എന്ന് ചിന്തിച്ച് കാണും. അപ്പോൾ അവിടെ പെട്ടെന്ന് ഓടി പാത്രം വെച്ചിട്ട്. സ്തോത്രം. നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്തോത്രം. നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും? നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഐഫോണിൻ്റെ കാര്യങ്ങളോ സൗന്ദര്യവൽക്കരണമോ അല്ലെ മറ്റ്
കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, ആയിരിക്കാം. തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇവൾ പാത്രം വെച്ചിട്ടാണ് പോയത്, അത് ഓടി. അപ്പം തൻ്റെ യാത്രയിൽ കർത്താവ് എങ്ങാനും പോയാലും അപ്പം സ്വോത്രം. ഈ സ്ത്രീയെ സംബന്ധിച്ച് വളരെ വിജ്ഞാനപ്രദമായ ഒരു കാര്യം, ധൈര്യദായകമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവാണ് യഥാർത്ഥ മെശിഹായി നമ്മൾ ഗ്രഹിച്ചത് മുതൽ അല്പം പോലും സമയം വൃഥാവാക്കുവാൻ അവൾ ആഗ്രഹിച്ചില്ല. മനസ്സിലാക്കണം. അവളുടെ കഴിഞ്ഞകാല ജീവിതം മായയിലും അഹംഭാവത്തിലും, മായയിൽ അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ കൂടുതൽ എന്തായിരിക്കും ഫേസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോ ഇടുന്നതിലും യൂട്യൂബിൽ നമ്മുടെ ഫോട്ടോ ഇടുന്നതിലും അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞ മായയിൽ അഹംഭാവത്തിലും നഷ്ടപ്പെടുത്തി കളഞ്ഞ അവളുടെ ജീവിതം അവൾക്ക് ബോധ്യപ്പെട്ടു. ഇനി ശേഷിക്കുന്ന ആയുസ്, അല്പ ആയുസ് നിത്യമായ മൂല്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവിടട്ടെ എന്ന് അവൾ തീരുമാനം എടുക്കുന്നു. മനസ്സിലാക്കണം. സ്തോത്രം. അതാണ് നമ്മൾ ഇവിടെ ഈ ശമരിയക്കാരി സ്ത്രീയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. നമുക്ക് കിട്ടിയ വെളിച്ചം നമ്മളെങ്ങനെ ചിലവഴിക്കുന്നു? അവളുടെ സാക്ഷ്യം അവളെ ശക്തിയുള്ളവളാക്കി മാറ്റി. മനസ്സിലാക്കണം. അവളുടെ സാക്ഷ്യം ആ പട്ടണത്തിലുള്ള പല ശമരിയക്കാരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഈ സംഭവം വഴിതെളിച്ചു. അപ്പം വളരെ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട്, വചനം കേട്ട് വിശ്വസിക്കുവാൻ അവളുടെ സാക്ഷ്യം അവസരം ഉണ്ടായി. അവളുടെ പ്രിയപ്പെട്ട വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. നമ്മൾ സ്തോത്രം ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുകയും നമ്മൾ ക്രിസ്തുവിൽ നിന്നും വെളിച്ചം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എങ്കിലും നമുക്ക് കിട്ടിയ വെളിച്ചത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ സാക്ഷ്യം പറയുന്നതിൽ നമ്മൾ എത്രമാത്രം ജാഗ്രതയുള്ളതായിരിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ നാട്ടുകാരോട് സുവിശേഷം അറിയിക്കേണ്ട ചുമതല നമ്മൾ യഥാവിധി നിർവഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ നിക്കോദീമോസിനെ പോലെ, നിക്കോദീമോസിനെ നമുക്കറിയാമല്ലോ, ഒരു രഹസ്യ ശിഷ്യനായിരിക്കാൻ മാത്രമേ ആണോ നീ ആഗ്രഹിക്കുന്നത്? യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നല്ലേ നിക്കോദീമോസ്. യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ശരിയായി ഗ്രഹിച്ച ശേഷവും യഹൂദന്മാരുടെ ഇടയിൽ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് ധൈര്യമില്ലാത്തവനായി മാറി. അതൊന്ന് വായിക്കും. യോഹന്നാൻ 3:2 വായിച്ച്. യോഹന്നാൻ 3:2. അവൻ രാത്രി അവന്റെ അടുക്കൽ വന്നവനോട്, റബ്ബീ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഈ സഹോദരി നിക്കോദീമോസിന് രാത്രിയിലാവും വരുന്നത്. യേശുക്രിസ്തുവിനെ സന്ദർശിക്കാൻ വരുന്നത് രാത്രിയിലാണ്. അപ്പം ഈ പരീക്ഷന്മാർ ചോദിക്കുന്നു, ഈ ഇടയ്ക്കൊരു സംഭാഷണം ഉണ്ടായി. യോഹന്നാൻ 7:52 എന്ന് വെച്ചാൽ 7:52. 7:52. അവർ അവനോട്, നീ ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ നിക്കോദീമോസ് ഇവരോട് ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പം നിക്കോദീമോസിനോട് ചോദിച്ചു, നീ ഗലീലക്കാരനാണോ? നീയും ആ കൂട്ടത്തിൽപ്പെട്ടതാണോ എന്ന് യഹൂദന്മാർ ചോദിക്കുന്നു. എന്ന് ചോദിക്കുന്നു. സ്തോത്രം. അപ്പം രാത്രിയിലാണ് ഈ നിക്കോദീമോസ് യേശുവിനെ കാണാൻ വരുന്നത്. സ്തോത്രം. അപ്പം അവരുടെ മുമ്പിൽ നേരെ നിൽക്കാൻ നിക്കോദീമോസിനെ കൊണ്ട് കഴിയുന്നില്ല. മനസ്സിലായോ? സ്തോത്രം. അങ്ങോട്ട് കഴിയുന്നില്ല. പിന്നീട് നാം അവനെക്കുറിച്ച് വായിക്കുന്ന നിക്കോദീമോസിനെ കുറിച്ച് കാണുന്നത് അതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. യോഹന്നാൻ 19:39 വായിച്ച്. യോഹന്നാൻ 19:39. യെസ്, 19:39. ആദ്യം രാത്രി അവന്റെ അടുക്കൽ വന്ന നിക്കോദീമോസും ഏകദേശം 100 റാത്തൽ മൂറും അതിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. 100 റാത്തല്. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ സമയമുണ്ടെന്ന് നോക്കൂ, അല്പസമയമുള്ളൂ. ഓക്കെ, ഇവിടെ 100 റാത്തല് കൊണ്ടുവരുന്നു. ആര്? നിക്കോദീമോസ്.
കർത്താവിൻ്റെ അടക്കാൻ വേണ്ടി. ഈ യോഹന്നാൻ 12:3 വായിച്ചു. യോഹന്നാൻ 12:3. യോഹന്നാൻ 12:3. അപ്പോൾ മറിയം വിലയേറിയ സ്വച്ഛയുടെ മാംസ്യത്തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന്റെ കാൽ പൂശി തൻ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഒരു റാത്തലാണ് ഈ ബദാനിലെ മറിയ കൊണ്ടുവരുന്നത്. ഇവിടെ നിക്കോദീമോസ് 100 റാത്തിൽ കൊണ്ടുവരുന്നത്. ഇനി ഒരു റാത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ആദായമാണ് കേട്ടോ. ഒരു വർഷത്തെ, അതായത് ഇതിനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 300 വെള്ളിക്കാശിന്, ഇത് 300 വെള്ളിക്കാശിന് വിൽക്കാനായിട്ട് യൂദാ പറയുന്നുണ്ട് ഈ മറിയ കൊണ്ടുവന്നു ഒരു റാത്തിൽ. അപ്പം ഒരു കാശാണ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ദിവസത്തെ കൂലി ഒരു കാശാണ്. അപ്പോൾ ഒരു വർഷത്തെ ആദായമാണ് ഈ മറിയ ഇവിടെ കൊണ്ടുവരുന്നത് ഒരു റാത്തിൽ. നിക്കോദീമോസ് 100 റാത്തിലാണ് കൊണ്ടുവരുന്നത്. ഇതിൽ നിങ്ങളൊന്നും ഇത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ പൈതൃകം പറയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ നിക്കോദീമോസ് ഇവിടെ ഒരു കാര്യമുണ്ട്. യേശു 100 റാത്തൽ കൊണ്ടുവന്ന് നിക്കോദീമോസിനെ, യേശു മരിച്ചു, ഓക്കെ, പക്ഷേ മറിയയുടെ കാര്യമാണ് പറയുന്നത്. അവിടെ 100 റാത്തലെ കൊണ്ടുവന്നുള്ളൂ. അവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിക്കോദീമോസിൻ്റെ വിലപിടിച്ച സുഗന്ധ ദ്രവ്യങ്ങളെക്കാൾ ദൈവം വിലമതിക്കുന്നത് ശിമോൻ്റെ വീട്ടിൽ വെച്ച് ആ പാവപ്പെട്ട സ്ത്രീ യേശുവിന് പരിമളതൈലം പൂശി ലോകത്തിൽ, അവിടെ പറയുന്നുണ്ട്, വായിക്കാൻ സമയമില്ല, ലോകത്തിലെങ്ങും സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. മത്തായി 26:13 വായിക്കാൻ സമയമില്ല, വായിക്കണ്ട, ടൈം നമുക്ക് അവസാനിപ്പിക്കുന്ന ടൈമാകുന്നു. അപ്പം നിക്കോദീമോസ് ഒരു കാര്യം മനസ്സിലാക്കണം, വളരെയധികം ചിലവാക്കിയിട്ടുണ്ട്, 100 റാത്തൽ. പക്ഷെ വാങ്ങിയ സുഗന്ധദ്രവ്യങ്ങളെപ്പറ്റി അതുപോലെ യാതൊരു സൂചനയും പിന്നീട് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നില്ല. അതേസമയം ഈ സ്ത്രീ ചെലവഴിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ദൈവമക്കളെ, നാം അല്പത്തിൽ വിശ്വസ്തരാണെങ്കിൽ ദൈവം അത് കമൻറ്റ് ചെയ്യും. മനസ്സിലാക്കണം. ധനവാന്മാർ ഒരുപാട് കൊണ്ട് കൊടുത്തത് കൊണ്ട് വലിയ കമൻറ്റ് കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോഴാണ് ദൈവം അത് മാനിക്കുന്നത്. മനസ്സിലാക്കണം. ദൈവാലയത്തിൽ ഒരു കാശ് ഇടാമെന്ന് അവരെക്കുറിച്ച് കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. ഇതിൽ നിന്നൊക്കെ വലിയ ആത്മീയ ഇത് മിസ്റ്ററി പഠിക്കേണ്ട വിഷയങ്ങൾ ഇതാണ്. സ്വതന്ത്രം. നമുക്ക് കിട്ടുന്ന അല്പസമയം, നമ്മുടെ സമയമായാലും കൊള്ളാം, നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു ദൈവം അത് കണക്കിലെടുക്കും. ബോസ്റ്റൺ പ്രയർ സഭയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ ആളെ വരത്തില്ല. ഇന്നലെ സൺഡേ ആയിരുന്നു, ഞാൻ സൺഡേ ആയിരുന്നു, വേണ്ടുപോണ സമയമുണ്ടായിരുന്നു. ഓക്കെ, സാക്ഷ്യം പറയാനൊക്കെ വളരെ അങ്ങ് ദാരിദ്ര്യം പോലെയാണ് ഏതാണ്ട്. സ്വതന്ത്രം. ഈ സ്ത്രീ പാത്രം വെച്ചിട്ട് ഒറ്റ ഓട്ടമാണ് പട്ടണത്തിലോട്ട്, കമ്പിയ സ്ത്രീ. മനസ്സിലാക്കും. സ്വതന്ത്രം. അപ്പം ഇതുപോലെയുള്ളതായ രഹസ്യ ശിഷ്യനായിരുന്നു ധനവാനായിരുന്ന അരിമത്തിയിലെ ജോസഫ്. അതൊന്ന് വായിക്കും. മത്തായി 27:57 എന്ന് വായിക്കും. മത്തായി 27:57. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കയാൽ വന്നു. അപ്പം സന്ധിക്ക് എല്ലാവർക്കും സന്ധിക്കാം. നിക്കോദീമോസ് സന്ധിക്കാൻ വരുന്നത്, അരിമത്തിയിലെ ജോസഫ് സന്ധിക്കുക, എല്ലാം ശിഷ്യന്മാരാണ്. മനസ്സിലാക്കാം. ഒന്നും തൻ്റെ ഇടവില്ല. സത്യം പറയാൻ ആർക്കും തൻ്റെ ധൈര്യമില്ല. മനസ്സിലാക്കണം. അതും ഇതും പറയാനൊക്കെ ഒരു കുഴപ്പമില്ല. സ്വതന്ത്രം. സത്യവനത്തെ യഥാർത്ഥമായി ഘോഷിക്കാൻ ആർക്കും പ്രയാസം, സന്ധിക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ ധൈര്യമില്ല. സ്വതന്ത്രം. യേശുക്രിസ്തുവിന് മുമ്പിൽ സാക്ഷിയായി നിൽക്കാൻ അവർക്ക് ധൈര്യമില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിനും മറ്റുള്ള യഹൂദന്മാരുടെ ആലോചനകൾ യോസേപ്പിന് അനുകൂലിയല്ലായിരുന്നു. ഈ യോസേപ്പിന്. എന്നാൽ അതിനെതിരായിട്ട് യോസേപ്പ് ഒന്നും തന്നെ പറഞ്ഞതായിട്ട് വചനത്തിൽ പറയുന്നുമില്ല. ഓക്കെ. അപ്പം യേശുക്രിസ്തു ലോകരക്ഷിതാവാണെന്നും യോഹന്നാനെ പോലെ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാണെന്നും പറയുവാൻ യോസേപ്പിൻ്റെ വീരത്വം അവനെ അനുവദിച്ചുമില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പം യോഹന്നാന് സ്നാപകൻ സധൈര്യം സത്യത്തിന് സാക്ഷിയായി നിന്നുകൊണ്ട് അവനെ തടവിൽ ആക്കിയതായും അവൻ്റെ തല
ശിരച്ഛേദം ചെയ്തതും നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായി നിന്നവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതെല്ലാം മുമ്പോട്ട് നടത്തിയത് സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ധൈര്യം നൽകിയത് കർത്താവിൻ്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. ഓ ഹല്ലേലൂയ ആണ്. അപ്പം സ്തോത്രം. അതെ, സമയം നോക്കുമായിരുന്നു. അപ്പം നശിച്ചു പോകുന്ന ആദാമ്യ സന്തതിയെ തിരഞ്ഞെടുത്ത് രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ദൈവപുത്രൻ ജഡശരീരത്തിൽ അവതരിച്ചു. അല്ലെ, സ്വർഗത്തിലെ സകല ഇതെല്ലാം മുറ്റിലാണ് കർത്താവ് ഇങ്ങോട്ട് വരുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. സ്തോത്രം. നമ്മുടെ പാപപരിഹാരത്തിനായി അവൻ കാൽവറിയിൽ മരിക്കുന്നു. ഈ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കേണ്ടത് അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സത്യക്രിസ്ത്യാനികളുടെ ചുമതലയാണ്. നമ്മൾ ഓരോരുത്തരുടെ ചുമതലയാണ്. ഈ സ്ത്രീയെപ്പോലെ പാത്രം വെച്ചിട്ട് ഓടി പട്ടണത്തിൽ ചെന്ന് ഞാൻ യേശുവിനെ കണ്ടു എന്ന് പറയുവാനുള്ള വ്യഗ്രത നമുക്കുണ്ടോ? അത് ഇപ്പം ഈ അടുത്ത കാലത്ത് കേട്ടതുപോലെ തെരുവിൽ പോയി പ്രസംഗിക്കുന്നത് മറ്റുള്ളവർക്ക് ഹാനിയാണെന്ന് പറയാനാണോ നിൽക്കുന്നത്? സ്തോത്രം. നാം എത്രത്തോളം ഈ ചുമതല നിർവഹിക്കുന്നുണ്ട്? സ്തോത്രം. അതെ. അപ്പം നമ്മുടെ വ്യക്തികളായാലും കൊള്ളാം, സഭയായാലും കൊള്ളാം, നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അവധാനപൂർവം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ടാലന്തുകൾ നാം വിശ്വസത്തോടുകൂടി കഴിഞ്ഞ നാളുകളിൽ വ്യാപാരം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളിൽ സുവിശേഷത്തിൻ്റെ ഉന്നമനം എന്നുള്ള ലാക്കോട് കൂടിയാണോ നാം പ്രവർത്തിച്ചത്? സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം സുവിശേഷത്തിൽ നിന്നും നാം അകന്നുപോയോ? ശമരി സ്ത്രീക്ക് തന്നെക്കുറിച്ച് തന്നെ അധികമൊന്നും പറയാനൊന്നുമില്ല. അവളുടെ സാക്ഷ്യത്തിൻ്റെ അതാണ് അവളുടെ പ്രത്യേകത. അവളെക്കുറിച്ച് അവൾക്കൊന്നും പറയാനൊന്നുമില്ല. യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ മാത്രമേ അവൾക്ക് ആഗ്രഹമുള്ളൂ. നമ്മളെപ്പോലെ പൊണ്ണക്കാരിയൊന്നും പറയാനൊന്നുമില്ല. ആർക്ക്? ശമരിയ സ്ത്രീക്ക്. നമ്മുടെ ഇടയിൽ സാക്ഷ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ ശമരിയ സ്ത്രീ ചെയ്തിരിക്കുന്നത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ പല സാക്ഷികളും നമ്മളെപ്പറ്റി തന്നെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളിൽ കൂടി ക്രിസ്തുവിനെ കാണുവാൻ കേൾവിക്കാർക്ക് സാധിക്കത്തില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പ്രകാശിപ്പിക്കാം. ഈ ദീപം അതിങ്ങനെ തിളങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തെരുവിൽ പ്രസംഗിക്കുന്ന ശമരിയ സ്ത്രീ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.